ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡബിൾ ക്ലെൻസിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. എന്താണ് ഡബിൾ ക്ലെൻസിങ്, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത്. സോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ എന്റെ പേര് തൃഷ്ണ എന്നാണ് കേട്ടോ. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസും വ്ളോഗൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ ഈ ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട്, ഒരു 2 സ്റ്റെപ്പ് ക്ലെൻസിങ് പ്രോസസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ നോർമലി സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അറിയായിരിക്കാം, അറിയില്ലാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ നോർമലി സ്കിൻ കെയർ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ഡബിൾ ക്ലെൻസിങ്ങിന് ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് എപ്പോഴാണ് ഈ ഒരു ഡബിൾ ക്ലെൻസിങ് ആവശ്യമായിട്ട് വന്നത് നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ ചെയ്യൂല, ഇപ്പൊ നമ്മൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പൊ നമ്മൾ അടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒരു മേക്കപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഫംഗ്ഷന് പോകുമ്പോൾ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള മേക്കപ്പ് അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ ചെയ്യണം. അപ്പൊ അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡബിൾ ക്ലെൻസിന്റെ ആവശ്യം വന്നത് കേട്ടോ. അത് മാത്രമല്ല, നമ്മളിപ്പോ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഡേർട്ടും ഡസ്റ്റ് ഒക്കെ നന്നായിട്ട് തന്നെ സ്കിന്നിലൊക്കെ ആവാറുണ്ട്. അപ്പൊ അങ്ങനെ ഡീപ്പായിട്ട് വന്ന ഡസ്റ്റും ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഡബിൾ ക്ലെൻസിങ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഡബിൾ ക്ലെൻസിങ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഡബിൾ ക്ലെൻസിങ് ചെയ്യണേന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓയിൽ ബേസ്ഡ് ക്ലെൻസിങ് ആണ് കേട്ടോ. അതിനായിട്ട് ഒരു കോട്ടൺ പാഡ് എടുക്കാം. ഇനി കുറച്ച് ക്ലെൻസിങ് ഓയിൽ എടുക്കണം കേട്ടോ. ക്ലെൻസിങ് ഓയിലായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കൊക്കനട്ട് ഓയിലാണ് കേട്ടോ. ഇപ്പോൾ ക്ലെൻസിങ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊക്കനട്ട് ഓയിൽ എടുക്കാം, ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ഇതിലേതെങ്കിലുമൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് ഡ്രോപ്സ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസ് ഫുള്ളായിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡബിൾ ക്ലെൻസിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബേസ്ഡ് ക്ലെൻസിങ് ആണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഫേസ് വാഷാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഏതാണ് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ക്ലെൻസർ എന്ന് ചോദിച്ചാൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫേസ് ജസ്റ്റ് ഒന്ന് വെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ നോർമലി എപ്പോഴും ഫേസ് വാഷ് ഇടാറുള്ളത്. ഡ്രൈ സ്കിന്നിൽ കൊണ്ട് ഡയറക്റ്റ്ലി ഫേസ് വാഷ് അപ്ലൈ ചെയ്യരുതെന്നാണ് കേട്ടോ. അപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡബിൾ ക്ലെൻസിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഇത് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഓയിൽ ബേസ്ഡ് ക്ലെൻസിങ് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. കാരണം അവരുടെ ഫേസിൽ കുറച്ചും കൂടി ഭയങ്കരമായിട്ട് ഓയിലി ആവാനും പിന്നെ പിമ്പിൾസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർ ഈ ഓയിൽ ബേസ്ഡ് ക്ലെൻസിങ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് ഔട്ടൊക്കെ ചെയ്തതിന് ശേഷം പാട്രൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം ഭയങ്കരമായിട്ടുള്ള ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇപ്പം മോർണിംഗ് ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിൽ ഈവനിങ്ങിൽ ബെഡ് ടൈമിന് മുമ്പ് എന്തായാലും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇത് നമ്മളുടെ ഫേസിലിരുന്ന് സ്കിൻ ഭയങ്കരമായിട്ട് ഡാമേജ് ആവാനായിട്ടും ഇറിറ്റേറ്റ് ആവാനായിട്ടും പിന്നെ സ്കിന്നിൽ ഭയങ്കര പിമ്പിൾസ്, ആക്നീസ് ഒക്കെ വരാനായിട്ടൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. മേക്കപ്പ്സ് മാത്രമല്ല, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ പിന്നെ മറ്റ് ക്രീംസ് ഒക്കെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇതേപോലെ സ്കിൻ ഭയങ്കരമായിട്ട് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഡബിൾ ക്ലെൻസിങ് ചെയ്തിരിക്കണം കേട്ടോ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.